Hi friends, welcome to Literature Glitz. ഇന്ന് ലിറ്ററേച്ചർ ഗ്ലിറ്റ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടെർമിനോളജീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഫോണീം, സെക്കൻഡ് വൺ മോർഫീം, തേർഡ് വൺ സിൻടാക്സ് ആൻഡ് ഫോർത്ത് വൺ സെമാൻറ്റിക്സ്. First one is phoneme. Phoneme is the smallest unit of sound. അതായത് it is the smallest unit of that language itself. അതായത് ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് നമ്മൾ phoneme എന്ന് പറയുന്നത്. And phoneme doesn't have meaning. ഓക്കെ, അതായത് എന്താണ്, നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു phoneme പ, ച, ഡ, ക, ഹ അങ്ങനെയുള്ള ഫോണീംസുകൾക്കൊന്നും പ്രത്യേകിച്ചിട്ട് ഒരു മീനിങ് ഉണ്ടാവില്ല. ബട്ട് വെൻ ഫോണീംസ് ആർ ഗ്രൂപ്പ് ടുഗദർ ടു ഫോം വേർഡ്സ് ദർ വിൽ ബി മീനിങ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഫോണീം എന്ന് പറഞ്ഞാൽ സൗണ്ടിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഫോണീമിൽ സെപ്പറേറ്റ് ഫോണീമിന് പ്രത്യേകിച്ച് ഒരർത്ഥവും ഉണ്ടാകില്ല. എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ക, പ, ഗ, ല ഇതെല്ലാം ഫോണീംസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇഫ് വി ആർ ടേക്കിംഗ് ദ വേർഡ് ക്യാറ്റ്, നമ്മൾ നോക്കിക്കേ, ക്യാറ്റിൽ എത്ര ഫോണീംസ് ഉണ്ട്? ക, ആ, ട് അല്ലേ? ഇപ്പം നമ്മൾ ഫോണോളജിക്കലി പറയുമ്പോൾ ക്യാറ്റ് എന്നാണ്. ക, അ, ട് 3 ഫോണീംസ് ആണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു കളർ ആയിട്ടിട്ടത്. ഇതൊരു ഫോണീമാണ്, ഇതൊരു ഫോണീമാണ്, ഇത് ഫോണീമാണ് അല്ലേ? അപ്പോൾ 3 ഫോണീമുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ 3 ഫോണീമുകൾ കൂടിച്ചേർന്നപ്പോൾ അതിന് അർത്ഥമുണ്ടായി. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ക, ബ അങ്ങനെയുള്ള ഫോണീംസിനൊന്നും എന്താണ് പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഇല്ല. ഓക്കെ, there are 44 phonemes in English language. 26 ആൽഫബറ്റ്സ് ഉണ്ടെങ്കിലും ഈ ആൽഫബറ്റ്സിലെല്ലാം കൂടി 44 സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് 20 വയൽ സൗണ്ട്സും 24 കോൺസണന്റ് സൗണ്ട്സും. ഓക്കെ, സോ എന്താണ്? ഫോണീം ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ആൻഡ് നെക്സ്റ്റ് വൺ മോർഫീം. മോർഫീം ഇസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ്. ഫോണീം സിംഗിൾ എന്തായിരുന്നു? ഒരു യൂണിറ്റ് ഓഫ് സൗണ്ട് ആയിരുന്നു. ദിസ് ഇസ് ദ മീനിങ്ഫുൾ. ഹിയർ ദ സ്ട്രെസ് ഇസ് ഓൺ മീനിങ്ഫുൾ. മോർഫീം ഇസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ഓക്കെ, എ സിംഗിൾ വേർഡ് ക്യാൻ ബി കമ്പോസ്ഡ് ഓഫ് 1 or more ഫോണീംസ്. അതായത് എന്താണ്, ഒരു വേർഡിൽ ഒന്നോ അതിൽ കൂടുതലോ ഫോണീംസ് ഉണ്ടാകാം. ഓക്കെ, ലെറ്റ്സ് എക്സ്പ്ലെയിൻ ദിസ് വിത്ത് എ എക്സാമ്പിൾ. നോക്കിക്കേ, വേർഡ് ഹാപ്പി. ഈ ഹാപ്പി എന്ന് പറയുന്ന വേർഡിൽ നമുക്ക് അതിനെ ഫേർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു മീനിങ് വേർഡ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ്. അതേസമയം ഇപ്പോൾ അൺഹാപ്പി എന്നുള്ള വേർഡ് നമ്മൾ എടുത്ത് നോക്കൂ. അതിലെന്താണുള്ളത്? 2 മോർഫീംസ് ഉണ്ട്. എന്തൊക്കെയാണ്? അൺ ഒരു മോർഫീമാണ്, ഹാപ്പി ഒരു മോർഫീമാണ് അല്ലേ? അപ്പോൾ സാധാരണ വേർഡ്സ് ക്യാൻ ബി ഒരു മോർഫീം ഉള്ളതാവാം, 2 എണ്ണമാവാം, 3 എണ്ണമാവാം. ഓക്കെ, അതിൽ കൂടുതലും ആകാം. ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. 3 മോർഫീമുള്ള ഒരു വേർഡ് നോക്കിയാലോ. അൺബ്രേക്കബിൾ, അൺ ഒരു മോർഫീമാണ്, ബ്രേക്ക് ഒരു മോർഫീമാണ്, പിന്നെയോ ഏബിൾ. ഓക്കെ, സോ ഇറ്റ് ഇസ് വാട്ട് ഇസ് ഇറ്റ്? അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് മോർഫീം, എന്താണ് ഒരു സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ടെർമിനോളജി ഈസ് സിൻടാക്സ്. സിൻടാക്സ് മീൻസ് arrangement of words and phrases to create well-formed sentence in a language. അതായത് എന്താണ്? It's a system of rules for the structure of a sentence of a language. അതായത് നമുക്കറിയാം, അതായത് എന്താണ്, നമ്മളിപ്പം എങ്ങനെയെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതിയാൽ പോരാ അല്ലേ? അതിന് നമ്മളൊരു കറക്റ്റായിട്ടൊരു ഗ്രമാറ്റിക് സ്ട്രക്ചർ വേണം. ഓക്കെ, ഹിയർ ദ കീവേഡ് സ്ട്രക്ചർ. എന്താണ്? റൂൾസ് ഫോർ സ്ട്രക്ചർ ആണ്. അതായത് ഒരു സെൻറ്റൻസ്, അതിൻ്റെ സെൻറ്റൻസിൽ അർത്ഥവത്തായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് സിൻടാക്സ് എന്ന്. ഓക്കെ, സാധാരണ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുന്നത്? സബ്ജക്റ്റ്, വേർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? സിമ്പിളായിട്ട്. പിന്നെ വേർബിൻ്റെ പല ഫോംസ് അങ്ങനെ ചെയ്യും. എന്നാലും പൊതുവേ സബ്ജക്റ്റ്,
ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്, അങ്ങനെയാണല്ലേ വരുന്നത്. നോക്കിക്കേ, ടോം ഹിറ്റ് ദ ബോൾ. ഇതൊരു ഒരു ഒരു എന്താണ് സിൻടാക്സിക്കലി കറക്റ്റായിട്ട് ഉള്ള ഒരു സെൻറ്റൻസ് ആണ്. ഓക്കെ, ഇപ്പം ഇതിന് പകരം ചിലപ്പോൾ എന്താണ് നമ്മൾ ഹിറ്റ് ദ ബോൾ ടോം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ് സിൻടാക്സ് മീൻസ് ഇറ്റ് ഈസ് ദ കറക്റ്റ് സ്ട്രക്ചർ ആയിട്ട് അതിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിനാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, hope it's clear. And the next one is semantics. Semantics means the study of meanings of words and phrases. അതായത് ഒരു സെൻറ്റൻസിലുള്ള വേർഡിൻ്റെ ഓരോ വേർഡിനെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രേസസിൻ്റെ കുറിച്ചുമുള്ള മീനിങ്സിൻ്റെ സ്റ്റഡിയാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. When all the words in a sentence have a meaning, then it is known as a semantic sentence. അപ്പോൾ എന്താണ്, അതായത് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടാൽ അതിൽ ഓരോ വേർഡിനും ഒരു മീനിങ് ഉണ്ടാവണം. ഓക്കെ, ഒരു പൂർണ്ണതയുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. ഓരോ ആ സെൻറ്റൻസിൽ ഓരോ വേർഡിലും ഒരു പൂർണ്ണത വേണം. ഓക്കെ, എന്താണ് സെൻറ്റൻസ് ഹാവ് എ മീനിങ്. ഹിയർ ദ കീവേഡ് ഇസ് മീനിങ്. ഓക്കെ, അത് എവിടുത്തെ സെൻറ്റൻസിലെ. ഓക്കെ, എക്സാമ്പിൾ, ഡോഗ് ഇസ് എ ലോയൽ അനിമൽ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഡോഗിന് ഒരർത്ഥമുണ്ട്, ഈസിന് ഒരർത്ഥമുണ്ട്, ഏക്ക് ഒരർത്ഥമുണ്ട്, ലോയലിനും അർത്ഥമുണ്ട്, ആനിമലിനും അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ്സ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സെമാൻറ്റിക് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ടേംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേറ്ററ്റിൻ്റെ എല്ലാ ചോദ്യ പേപ്പറുകളിലും 1-2 ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ചിട്ട് ഈ 4 ടെർമിനോളജിയെ കുറിച്ചിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട്? ഇറ്റ് ഈസ് ഫൊണീം അല്ലേ. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് കണ്ടാൽ എന്താണ്? ഫൊണീം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫോണീംസ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ എത്ര ഫോണീംസ് ഉണ്ട്? 44. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. അപ്പം നമ്മളിവിടെ നോക്കുന്നത്, ഇപ്പം മീനിങ്ഫുൾ എന്ന് കാണുമ്പോൾ ചിലപ്പോൾ സെമാൻറ്റിക്സ് ആയിട്ട് നമ്മൾ എന്താണ് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ നമ്മൾ നോക്കേണ്ടത്? സ്മോളസ്റ്റ് മീനിങ്ഫുൾ ആണ് എന്ത്? മോർഫീം അല്ലേ. MM ഓർത്ത് വയ്ക്കുക, സ്മോളസ്റ്റ് മീനിങ്ഫുൾ ആണ് മോർഫീം. Then fourth question, the study of rules related to proper sentence formation is called dash. എന്താണ്? നമ്മളിവിടെ റൂൾസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് റൂൾസ് റിലേറ്റഡ്. റൂൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? സിൻടാക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ 2021 കേറ്ററ്റിൽ കാറ്റഗറി 3 ഇംഗ്ലീഷിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The study of meanings of words and phrases. എന്താണ് സ്റ്റഡി ഓഫ് മീനിങ്സ് ആൻഡ് ഫ്രേസസിനെയാണ് നമ്മൾ പറയുന്നത് സെമാൻറ്റിക്സ്. ഓക്കെ, ഹോപ്പ് യു ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ്. ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിലൂടെ അറിയിക്കണേ. Thank you all. Thank you for watching. Please keep supporting me.